അർജന്റീന ലോകകപ്പ് സെമിയിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളിനാണ് അർജന്റീന കീഴടക്കിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനൂപ് ചന്ദ്രശേഖരൻ ചേർന്നു. അനൂപ് ചന്ദ്രശേഖരൻ, ഈ ഒരു കളി തുടങ്ങിയപ്പോൾ ഒരു ആദ്യ ഹാഫിൽ ഒരു പതിയെ ഒരു ഇഴച്ചിലേക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അർജന്റീന തന്നെ ആയിരിക്കുകയാണ്. അത്രത്തോളം ഒരു ആവേശോജ്വലമായ ഒരു കളി തന്നെയാണ് കാഴ്ചവെച്ചത്. 3 ഗോളുകൾ നേടിയെന്നാണ് മനസ്സിലാക്കുന്നത്. കളിയുടെ വിശദാംശങ്ങൾ. അമല, ഈ ലോകകപ്പിൽ അർജന്റീന ശരിക്കും ആരാധകരെ ഒരു ത്രില്ലടിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് കളിയുടെ അന്ത്യനിമിഷങ്ങളിൽ ഗോൾ അടിച്ച് കൂട്ടുക എന്നുള്ള ഈ ലോകകപ്പിൽ അർജന്റീനയുടെ ഒരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണ്. പ്രീ ക്വാർട്ടറിലെ തന്നെ ഈ ക്വാർട്ടർ മത്സരങ്ങളിലും അവസാന മിനിറ്റുകളിൽ അർജന്റീന ആരാധകരെ ശരിക്കും ത്രില്ലടിപ്പിച്ച് അർജന്റീന ശരിക്കും ഒരു അർജന്റീനയെ തന്നെ വേൾഡ് കപ്പിൽ അർജന്റീനയെ തന്നെ മാറിയ ഒരു കാഴ്ചയാണ് ഈ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് മത്സരത്തിന് നിശ്ചിത സമയങ്ങളിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ച സമനിലയായിരുന്നു. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കയറിയ മത്സരത്തിൽ ആദ്യം ജൂലിയൻ അൽവാരസും പിന്നീട് ലൗട്ടാറോ മാർട്ടിനസും ഓരോ ഗോൾ വീതം അടിച്ച് അർജന്റീനയ്ക്ക് സെമി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അർജന്റീന ഏഴാം തവണ അർജന്റീന ലോകകപ്പിൻ്റെ സെമിയിലേക്ക് കടക്കുന്നത്. ഇതുവരെ അർജന്റീന ലോകകപ്പിൻ്റെ സെമി മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. അർജന്റീനയ്ക്ക് വേണ്ടി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകകപ്പിൽ അർജന്റീനയുടെ ഇതുവരെ ഗോൾ അടിക്കാഞ്ഞ ലൗട്ടാറോ മാർട്ടിനസും ജൂലിയൻ അൽവാരസും ഗോൾ അടിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ട്. അമൽ, യെസ്, അത് തന്നെയാണ് ഈ ഒരു ലോകകപ്പിലെ ഏറ്റവും ആവേശോജ്വലമായ കളി എന്ന് പറയാൻ കഴിയില്ല. എന്നാലും അത്രത്തോളം തന്നെ ആവേശോജ്വലമായ ഒരു കളി തന്നെയാണ് അർജന്റീന കാഴ്ചവെച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്നും അർജന്റീന ഫാൻ കൂടിയായ അനൂപ് ചന്ദ്രശേഖരനാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.